എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഹരിജ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബട്ടൺ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു വാൾ ഹാങ്ങിങ് ആണ്. എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ ആദ്യമായിട്ട് ചതുരത്തിൽ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇത് വൈറ്റ് പേപ്പർ ആണെങ്കിൽ ഇഷ്ടമുള്ള പേപ്പർ എടുക്കാം. ചതുരത്തിലാണ് എടുത്തേക്കുന്നത്. നമുക്കത് ആദ്യം ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നോക്കാം. എന്നിട്ട് ഫെവിക്കോള് പശയാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നമുക്ക് പശ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇനി ഒരെണ്ണം വിട്ടിട്ട് നമുക്ക് അടുത്തത് അങ്ങനെ ഓരോന്ന് വിട്ടിട്ട് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതേപോലെ ഓരോന്ന് വിട്ടിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി തിരിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡ് ബാക്കിയുള്ളത് കൂടെ ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഇതേപോലെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതേപോലെ 2 ചതുരം വെട്ടിയെടുത്തിട്ടുണ്ട്. ആ വെള്ളപ്പേപ്പറിലാണ് വെട്ടിയെടുത്തത്. നമ്മൾ സാധാരണ വെള്ളപ്പേപ്പറിൽ നമുക്ക് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ടൊന്ന് മടക്കി കൊടുക്കാം. വീഡിയോ കാണുന്നത് മടക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഭാഗം നമ്മൾ ഇതേപോലെ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നൂത്ത് കൊടുക്കാം. നമുക്കിതേപോലെ കുറച്ച് ഇതളുകൾ കിട്ടും. നമുക്കതൊന്ന് ആദ്യം ഒരു ഇതളും മാത്രം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടുത്തത് നമ്മൾ ഒരു 5 ഇതൾ മാത്രം കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഒരു ഇതള് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇത്രയാണ് ആവശ്യം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പശ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലെ പശ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതേപോലത്തുള്ള ഫ്ലവേഴ്സൊക്കെ ഒത്തിരി വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒത്തിരി വിശദീകരിച്ച് പറഞ്ഞു തരാത്തത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കിനി ഇതിന് അടിഭാഗം ഒന്ന് കട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പശ ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് നമ്മളൊരു മുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് മുത്തിനകത്ത് കുറച്ച് പശ വെച്ചിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇതേപോലെ മുത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതേപോലെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യമായിട്ട് കുറച്ച് നമ്മളുടെ ഏറ്റവും വലിയ സൈസുള്ള 5 എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചേർത്ത് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിൻ്റെ ഇവിടെയും വെച്ചാണ് ചേർക്കുന്നത്. ഇതേപോലെ അടുത്തത് നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതേപോലെ മൊത്തത്തിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി ഉളനൂലാണ് എടുക്കുന്നത്. വെള്ള ഉളനൂലാണ് എടുത്തേക്കുന്നത്. നമുക്കിനി ഇതൊന്ന് തൂക്കൊല്ലൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ഭാഗത്തുനിന്ന് നമ്മളൊന്ന് കെട്ടുന്നൊന്ന് താത്തിടുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കാം.
ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ല ഭംഗിയുള്ളൊരു നമ്മളൊരു വാഴാങ്ങയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. എൻ്റെ ഇന്നത്തെ വാഴാങ്ങ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ പറഞ്ഞത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഞാൻ നിങ്ങളെല്ലാവരും കമന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വാഴാങ്ങ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ പറയണം. ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ഞാൻ അടുത്ത വർഷം വരുന്നേക്കും. ടാറ്റ ബൈ ബൈ, സീ യു.